വ്യത്യസ്തതകളുമായി ആലാപിന് വേണ്ടി ഇവിടെ ചർച്ചകൾ ആരംഭിക്കുകയാണ്. കട്ടൻ കാപ്പിയും പിന്നെന്തായിരുന്നു അല്ല കട്ടൻ കാപ്പിയും ആലാപി വേണ്ടി ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പം കട്ടൻ കാപ്പിയുണ്ട്, ചിപ്സുണ്ട്, അതേപോലെ പരിപ്പ് വടയുണ്ട്. അങ്ങനെ പല സാധനങ്ങളും ആൾക്കാരെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. വരുന്നു തണ്ട് കട്ടൻ കാപ്പിയുമായിട്ട് മോഹനൻ ചേട്ടൻ വന്നിട്ടുണ്ട്, സാജു എത്തിയിട്ടുണ്ട്, ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്, തണ്ട് സുലൈമാനി. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഇത് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോണം. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല നമ്മൾ ഇന്നത്തെ ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരവർഗം അവരുടെ ഉത്തരവാദിത്തങ്ങൾ പലതും മറന്നു പോകുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം പൗരബോധമുള്ള ജനങ്ങൾക്കുണ്ട്. ഇത് ആരുടെയും ശത്രുതയ്ക്ക് വേണ്ടിയൊന്നുമല്ല. നിങ്ങൾ പല കാര്യങ്ങളും മറന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ നമ്മുടെ നാട്ടിലെ റോഡുകളിൽ കൂടി യാത്ര ചെയ്യുന്നതിന് വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. റോഡിൻ്റെ സൈഡ് മുഴുവൻ കാടാണ്. പിന്നെ അതേപോലെ തന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ ഓരോരുത്തർ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നു. പിന്നെ ഈ റോഡിൻ്റെ സൈഡിലുള്ള കാടിനിടെ പട്ടിക്കുഞ്ഞുങ്ങളെ കൊണ്ടിടുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ റോഡിൻ്റെ സൈഡിലുള്ള കാടുകളിലൊക്കെ പന്നിയൊക്കെ ഇനി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവാണ്. മനുഷ്യജീവൻ അപകടകരമായ നിലയിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡിൻ്റെ സൈഡ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ കേന്ദ്ര സർക്കാർ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നിയമം ഉണ്ടാക്കുന്നത് നമ്മുടെ ജനപ്രതിനിധികളാണ് നിയമം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ കേന്ദ്ര സർക്കാർ അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനപ്രതിനിധികൾ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ആ നിയമത്തിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കണം. നിയമം എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടിയാണ്. അത് മറന്നുപോയവരെ നമ്മൾ ഓർമ്മിപ്പിക്കാനായിട്ടാണ്, അവരെ ഈ കാര്യങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ടാണ് ഇത്തരം ചർച്ചകൾ നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സർക്കാരിനും ഞങ്ങളെതിരല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളാണ്, ഞങ്ങൾ നികുതി കൊടുക്കുന്നവരാണ്. ഞങ്ങൾ ഈ രാജ്യത്തെ സിസ്റ്റത്തിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇവരുടെയൊക്കെ ശ്രദ്ധയപ്പെടുത്താനായിട്ടാണ് ഞങ്ങൾ ഈ ചർച്ച നടത്തുന്നത്. നമ്മുടെ ചർച്ചയുടെ പേര്, ഇന്നത്തെ ചർച്ച കട്ടൻ കാപ്പിയും ആലാപിമണി ചർച്ചയും റോഡ് സൈഡിലെ കാട് വളരുന്നത് കാരണമുള്ള അപകടകരമായിട്ടുള്ള അവസ്ഥയാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ഗ്ലാസ് കൂടെ കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഗ്ലാസിൻ്റെ ഒരു ഷോർട്ടേജ് ഇന്ന് വന്നിട്ടുണ്ട്. ഇത് ശാന്തം ഈ ഉപ്പേരിയൊക്കെ ഇവിടെ വിതരണം ചെയ്യുന്നു. എല്ലാവരും അവിടെ ഇത് രസകരമായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ചർച്ച വളരെ രസകരമായിട്ടുള്ള രീതിയിലേക്ക് നീങ്ങുന്ന ലക്ഷണമാണ് കാണുന്നത്. ആലാപി പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വളരെ എക്സലൻ്റായിട്ട് ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ഞാൻ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ കാര്യങ്ങൾ കണ്ടില്ലേ, ആൾക്കാരെല്ലാം എൻജോയ് ചെയ്യുകയാണ്. വിപണി കഴിഞ്ഞ സമയത്തേക്ക് ആൾക്കാരെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയാണ്. ചെറു കടികളുമൊക്കെ ആയിട്ട് പുതിയ സൗഹൃദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല പ്രദേശത്തു നിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ നല്ല സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇവിടെ അവരുടെ ഇന്നത്തെ സായാഹ്നം ചെലവഴിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാനും മറ്റ് പല അസോസിയേഷനുകളിലൊക്കെ മെമ്പറാണ്. അതേസമയത്ത് അങ്ങനെയുള്ള ചില അസോസിയേഷനുകൾ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര പണിയാനായിട്ട് ശ്രമിക്കുന്ന പല സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ വിപണി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നാട് മുഴുവൻ ഉണ്ടാകണം. ഞാനീ പറഞ്ഞ സവിശേഷതകളുമായിട്ടുള്ള സംഘടനകളൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആലാപി വിപണിയെ കണ്ടുപിടിച്ചിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം. പുതിയ സൗഹൃദങ്ങളുമായി ആലാപി വിപണി കട്ടൻ കാപ്പി വിതരണം, സുലൈമാനി വിതരണമൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ചർച്ച ഇതുവരെ തുടങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. എല്ലാവരും കടിക്കുടി ഇതിൽ എൻഗേജ്ഡാണ്. ഇതാണ്ട് എൻ്റെ ഫ്ലാസ്കിനകത്ത് കട്ടൻ ഇരിപ്പുണ്ടേ, ഗ്ലാസ് ഉണ്ടെങ്കിൽ. ഇതാണ്ട് ശ്രീവേദിയെ കുറേ വഴുതനങ്ങായിട്ട് ഇവിടെ വിഷമിച്ച് നിൽക്കുമായിരുന്നു. അത് മൊത്തം നമ്മുടെ ഓതറയിൽ നിന്ന് വന്ന ജോസ്റ്റൻ മേടിച്ചിരിക്കുകയാണ്. അത്രയും വഴുതനങ്ങായും ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ ചർച്ചക്കിടയിലുള്ളൊരു സംഭവമാണിത്. 3 കിലോ വഴുതനങ്ങ. ഇതിന് മുമ്പാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ നാട്ടിലെ കർഷകരൊക്കെ കടകളിലൊക്കെ പോയിട്ട് അവരുടെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കണം. എല്ലാ കടകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പൊതുവെ അങ്ങനെയാണ്. എന്നാലും നമ്മൾ നമ്മുടെ ചർച്ചയിലേക്ക് തിരികെ പോകേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സോറി കേട്ടോ, സാധാരണ ഞാൻ താമസിച്ചു പോകുന്നത്. ഞങ്ങൾ കൊച്ചുവർത്തനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ. ഇന്ന് അത്യാവശ്യം വീട്ടിൽ മഴമറ പണി നടക്കുന്നു. അപ്പോൾ ആൾക്കാരെ പറഞ്ഞു വിടണം. ഓക്കെ. ചേട്ടാ, ചർച്ചയ്ക്ക് ആരംഭിട്ടു. ആല സ്കൂളിൻ്റെ തെക്ക് വശം, പടിഞ്ഞാറ് വശം, അത്തലക്കടവ് പാലത്തിൻ്റെ 2 സൈഡ്, ആല സ്കൂളിൻ്റെ കിഴക്ക് വശം റോഡ് സൈഡ്, ആ വളവിൻ്റെ ഭാഗത്ത് ഇവിടെല്ലാം പാമ്പ് ശല്യങ്ങളും ഒക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഏരിയ അത്യാവശ്യം വൃത്തിയാക്കേണ്ടതാണ്.
തീർച്ചയായും നമുക്കിപ്പോൾ ഒരു 1200 രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യാം. ബാക്കി അധികാരവർഗ്ഗങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തോമസ് എവിടെയെങ്കിലും ഉണ്ടോ? നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ചെയ്യുക, ഇതേമാതിരി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ ചെയ്യും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ അധികാരവർഗം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടാക്സ് കൊടുക്കുന്ന സാഹചര്യത്തിൽ അതെടുത്തിട്ട് വിവേകപൂർവ്വം വിനിയോഗിക്കാനായിട്ട് അധികാരവർഗത്തിന് ബാധ്യതയുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം ഇല്ലേ? എന്താ പറയുക? ഈ റോഡിന്റെ സൈഡിലുള്ള പുല്ല് കാടുകളും വെട്ടി ആദ്യം ലെവലായി കഴിഞ്ഞാൽ നടന്നു പോകാനുള്ള സൗകര്യങ്ങളും മറ്റു പ്രശ്നങ്ങളും, അതേമാതിരി പട്ടിശല്യം, മെയിനായിട്ട് പട്ടിശല്യം, അതിനും മെയിനായിട്ടുള്ളത് നമ്മുടെ ഉത്തരപ്പള്ളിയാർ അതൊക്കെ പുറകാലെ വരും. നമുക്ക് ഇന്ന് റോഡിന്റെ പ്രശ്നം എടുക്കാം. റോഡിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ സൈഡിലുള്ള റോഡിൽ ഇപ്പം വളരെ മോശമായ രീതിക്കുള്ള സ്ഥിതിയാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. ഏറ്റവും ഒരുപാട് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് റോഡ് നല്ല ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുവന്നത് അധികാരമുള്ള ആൾക്കാർ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുവന്നുള്ളത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അതിനെതിരെ ആലപ്പഞ്ചായത്ത് എത്രാം വാർഡിലാണ് താമസിക്കുന്നത്? ഞാൻ 12ാം വാർഡിലാണ്. പേരെങ്ങനെ? എന്റെ പേര് ശശിധരൻ എന്നാണ്. പിന്നെ എന്റെ വീട് പിന്നെ കുടുംബം പിന്നെ 11ാം വാർഡിലുണ്ട്. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് എവിടെങ്കിലും എടുത്തു പറയാനുണ്ടോ ഇതുപോലെ കാടുള്ളതായിട്ട്? കാടുള്ള നമ്മുടെ ഈ പോകുന്ന അത് പറഞ്ഞു, അത് ചേട്ടൻ പറഞ്ഞു. അല്ല, നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം കാടാണല്ലോ. ഈ മെയിൻ റോഡിൽ നമ്മുടെ ഉമ്മാത്തില്ലേ, ഉമ്മാത്ത് നമ്മുടെ ഈ ആല സൺഡേ സ്കൂളിന്റെ അവിടുന്ന് ഉമ്മാതി ചെന്ന് കയറുന്ന ഒരു വഴി വെട്ടിയിട്ടിട്ടുണ്ട്. ഓക്കെ. പക്ഷെങ്കിൽ അതിലെ കൂടെ ഒരു മനുഷ്യർക്ക് നടക്കാനൊക്കത്തില്ല. അതുപോലെ കാടാ. ഓക്കെ. അതുപോലെ കാടാ. അതിനൊക്കെ എന്തെങ്കിലും സംവിധാനങ്ങൾ സർക്കാർ തലങ്ങളിൽ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ജനങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഉമ്മാത്തില്. ഓക്കെ. അവർക്കുള്ള ഒരു ചെറിയ എളുപ്പമുള്ള വഴിയാണ് ആ വഴി. പലരും വളരെ ബുദ്ധിമുട്ടിയാണ് അതിലെ യാത്ര ചെയ്യുമ്പോൾ തന്നെ വലിയ വിഷമുള്ള പാമ്പിനെയൊക്കെ അവർ കണ്ട് ഭയന്നോടുക. അത് നിലയ്ക്കൊരു മാറ്റം വരണം. മാറ്റം വേണ്ടാണ്. പക്ഷേ എവിടെങ്കിലും പ്രശ്നമുണ്ടോ? പറഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേ മടത്തുംപടി റെയിൽവേ ക്രോസ്. ഓക്കെ. നമ്മൾ വണ്ടിയെ പോകുമ്പോഴേ നമ്മൾ വളരെ ദൂരെ നിന്ന് നമുക്ക് 2 സിഗ്നൽ കാണാം. ഒന്നിൽ അതൊരു റെഡ് സിഗ്നൽ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു യെല്ലോ സിഗ്നൽ ആയിരിക്കും. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് യെല്ലോ ആകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ വളരെ ദൂരം ഒരു 1/4 കിലോമീറ്റർ മുമ്പ് ചെല്ലുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് കാണുന്നത് അവിടെ നമുക്ക് ഈ സിഗ്നൽ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ തന്നെയും അതിലെല്ലാം ഈ കമ്പുകൾ, ശിഖരങ്ങളുണ്ട്, വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശിഖരം നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റത്തില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് 2 സൈഡിലും, അതായത് പിന്നെ നമ്മുടെ റെയിൽവേ പാളത്തിൻ്റെ വടക്ക് വശവും തെക്ക് വശവും 2 സൈഡിലും നമുക്ക് ഒന്നും കാണാൻ പറ്റിയതിലാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ രീതി അനുസരിച്ച്, നമ്മുടെ നാടിൻ്റെ രീതി അനുസരിച്ച് പലപ്പോഴും പിന്നെ ഡെസിഗ്നേഷൻസ് കാണിക്കുന്നതായിട്ടുള്ളതായ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നതായിട്ടുള്ള ആ ബോർഡ് പോലും ഇതുപോലെ മരങ്ങളും ശിഖരങ്ങളും കയറി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ മാറേണ്ട സമയം നമ്മളിപ്പോൾ ആരും കുറ്റം പറയുമല്ല, നമ്മളായിട്ട് തന്നെ പോയി അത് വെട്ടി നമുക്ക് ഈ നാളെ തൊട്ട് കൃത്യമായിട്ട് സിഗ്നൽ കാണത്തക്കുള്ള സമയം നമുക്ക് തീർച്ചയായിട്ടും അതനുസരിച്ച് ഈ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ റെയിൽവേ ക്രോസിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തെങ്ങ് വളരെ അപകടകരമായിട്ടുള്ള നിലയിൽ അതിൽ തേങ്ങ ഉണങ്ങി നിൽക്കുന്നു, ഓല ഉണങ്ങി നിൽക്കുന്നു. താഴെ വണ്ടി കൊണ്ട് നിർത്തുന്ന സമയത്ത് ആരുടെയെങ്കിലുമൊക്കെ മേളി വീഴാൻ സാധ്യതയുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ജീവഹാനി ഉണ്ടാകാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ജീവഹാനി ഉണ്ടായാലും നമ്മുടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് യാതൊരു പരിഹാരങ്ങളും കാണുന്നില്ല. പെട്ടെന്ന് പറയണം, പെട്ടെന്ന്. ഈ കംപ്ലയിൻറ്റ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കരിമ്പിപ്പടി ടു നാറ്റോട്ടിൽ റോഡിൽ നിലക്കരത്ത് വടക്കേപ്പുറം മൃഗാശുപത്രിക്ക് പോകുന്ന ഒരു മെയിൻ റോഡ് ഏതാണ്ട് ഒരു പകുതി ഭാഗം വരെ പുല്ല് കയറി നിറഞ്ഞു കിടക്കുകയാണ്. അതിനകത്ത് ഒരു 15 കുഴിയുണ്ട്. ആ 15 കുഴി കൂടെ റോഡിന്റെ സൈഡിലത്തെ പ്രശ്നങ്ങൾ, റോഡിലെ സൈഡിലെ ആ റോഡിന്റെ പകുതി ഭാഗം കാടാണ്. മനുഷ്യർ നടക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. അതിൻ്റെ കൂടെയാണ് വെള്ളമാണ് മുഴുവനും. ആ റോഡ് മുഴുവനും വെള്ളമാണ്. പല പ്രാവശ്യം കംപ്ലയിൻറ്റ് ചെയ്ത് പല പ്രാവശ്യം പഞ്ചായത്തിൽ പോയി ഇതുവരെ അതിനുള്ളൊരു കോമഡി ഉണ്ടാക്കിയിട്ടില്ല. അതിന് ഫണ്ടില്ല. ഈ റോഡിന് മാത്രം ഫണ്ടില്ല. എല്ലാ റോഡിന്റെ അവസ്ഥ തന്നെ, ഒരു റോഡ് മാത്രമല്ല. നിലയത്തിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴി, അസിസി നിലയത്തിന്റെ ഫ്രണ്ടിൽ കൂടെ വഴി, നിലയത്തിന്റെ അതുവഴിയുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആറിനോട് ചേർന്നുള്ള പാലമില്ലേ, 2 സൈഡിലും നമുക്ക് അവിടെ ഒരു ടേണിംഗ് കൂടാ. ഒരു വണ്ടി വന്നാൽ കാണാനും ഒക്കത്തില്ല. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡൊന്നും കെട്ടിയിട്ടില്ലല്ലോ. ഏതെങ്കിലും വണ്ടി സൈഡ് കൊടുത്താൽ ആറിലോട്ടായിരിക്കും പോകുന്നത്. അതുപോലെ പുല്ല് ഒരാൾ കൂടുതലും വളർന്നു കഴിക്കും. അപരിചിതരായിട്ടുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് വഴി അറിയാതെ എന്തെങ്കിലും അവർ ആറിനകത്ത് വണ്ടി കിടക്കത്തേ ഉള്ളൂ, ഒരു രക്ഷയില്ല. സൈഡ് കൊടുക്കുവാണ്. തോമച്ച പറഞ്ഞു. കാവനാണിപ്പടിക്ക് എന്ന കിഴക്കോട്ട് പണിപ്പരപ്പടിക്ക് പോകുന്ന റോഡിൽ 2 സൈഡും പുല്ല് കയറി ഒരു മനുഷ്യരെക്കാട്ടി ഹൈറ്റ് പുല്ല് കിളിച്ച് നിൽക്കുകയാണ്.
രണ്ട് സൈഡിലെയും പുല്ലുകൊണ്ട് ഒരു ബൈക്കിന് സുഖമായിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പട്ടി ഉള്ള സ്ഥലം മൊത്തം നിറഞ്ഞു കിടക്കുന്ന അവിടെ. ഒരു ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാർ പട്ടിയെ തട്ടി താഴെ വീഴും, അല്ലെങ്കിൽ സൈഡിലും ഒന്ന് സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പുല്ല് നിൽക്കുന്നതുകൊണ്ട് സൈഡിൽ പൈപ്പ് ഇടാൻ വേണ്ടി കുഴിയൂടെ എടുത്തുകൊണ്ട് ഇടയെല്ലാം കുഴിയായിട്ട് കിടക്കുക. ഏത് സമയവും അപകടം സംഭവിക്കും. ആ ഒരു സ്ഥിതിയാണ് അവിടെ ഉള്ളത്. ഇനി ആർക്കെങ്കിലും എവിടെങ്കിലും നമ്മുടെ റോഡിൻ്റെ അവിടുത്തെ പ്രശ്നങ്ങൾ വല്ലതും പറയാനുണ്ടോ? ഇനി എവിടെങ്കിലും ഉണ്ടോ? എവിടെ വിനോദേ? ഇവിടെ NSS കരയോത്തിന്റെ ആ ഭാഗത്തിനോട്ട് നമ്മുടെ ആരോ ഷാപ്പേടിയുടെ അവിടെ മൊത്തം കാടാ. മനോജ് ചേട്ടാ എവിടെങ്കിലും ഉണ്ടോ? നമ്മുടെ ഇത്രയേ ഉള്ളൂ. അത് കേട്ടോ, പക്ഷേ സ്കൂൾ കുട്ടികൾക്ക് ഭയങ്കര ഭീഷണിയാണ്. സ്കൂളിന്റെ 4 പാടുള്ള കാട്, ഈ അത്തലക്കടവ് ജംഗ്ഷന് പാലം, സ്കൂളിന്റെ ഏരിയ, ഇത് സ്കൂൾ കുട്ടികൾക്ക് ഇഴജന്തുക്കളുടെ ഭയങ്കര ഭീഷണിയാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ടും ഇത് ചെയ്തിരിക്കണം. നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ആല സ്കൂളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പമ്പ ഷോപ്പിൽ നിന്ന് സ്കൂളിൻ്റെ പരിസരത്ത് ഈ പാമ്പിനെ എന്താ പറയുന്നത് ഓടിച്ചു വിടുന്ന പാമ്പ് ആ പരിസരത്തൊക്കെ നിൽക്കത്തില്ല. അങ്ങനൊരു കെമിക്കലുണ്ട്. ആ കെമിക്കൽ പമ്പ സ്പോൺസർ ചെയ്തിരിക്കുന്നു കേട്ടോ. നമുക്ക് ആ കെമിക്കൽ അവിടെ വെക്കാം. അപ്പോൾ അത് ഉള്ളത് അവിടെ നിന്ന് പൊക്കോളും. റോഡ് ക്ലിയർ ആയി തന്നെ പാമ്പ് ശല്യം കുറയും. പിന്നെ അഥവാ വന്നാൽ നമുക്ക് കാണുകയും നടക്കാൻ പറ്റുന്നില്ല. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാൾ നടന്നു വന്നു കഴിഞ്ഞാൽ ഇല്ലില്ല. നിയമ തടസ്സമുണ്ട്. ഞാനത് പറഞ്ഞു, നിയമ തടസ്സമുണ്ട്. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ നിന്നുള്ള ലോക്സഭയിലേക്ക് പോയിരിക്കുന്ന ആൾക്കാർ അത് ആ നിയമത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കണം. ഇവിടെ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയും. എന്നിട്ട് ഇവർ ആവശ്യപ്പെടുന്നതായിട്ട് ഒന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത്യാവശ്യം പത്രം വായിക്കുന്ന കൂട്ടത്തിലാണ്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം ഇവരാവശ്യപ്പെടാതെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ നിയമം മാറ്റം വരുത്തുന്നത്? ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നും പരിഹാരമില്ല. കുടിവെള്ളം, ശുദ്ധമായിട്ടുള്ള കുടിവെള്ളമില്ല. റോഡിൽ കൂടെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. കാർഷിക രംഗത്ത് വിലത്തകർച്ചയാണ്. കാർഷിക മേഖലയിലെ സബ്സിഡികളൊന്നും കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നില്ല. ആകപ്പാടെ പ്രതിസന്ധിയാണ് ശരിക്കും. ജനങ്ങൾ എങ്ങനെ ജീവിക്കും? ഇപ്പം തന്നെ സൊസൈറ്റികളെല്ലാം പൊട്ടി. ജനങ്ങൾ എങ്ങനെ ജീവിക്കും? ഇവർ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മളെല്ലാവരും ചത്തുപോകും. ഇപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എന്നെ കൊന്നിരിക്കും. എൻ്റെ ജീവിതം തീർന്നു, അത്രയേ ഉള്ളൂ കാര്യം. അല്ല, എന്തായാലും ഞാൻ 150 വർഷമൊന്നും ജീവിച്ചിരിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥയാണ് നമ്മുടെ നാടിൽ നിന്ന് കടന്നു പോകുന്നത്. കുടിവെള്ളം എടുക്കാനായിട്ട് ബോട്ടെ പോയി മരിച്ചു. ഞാൻ ഇന്ന് വായിച്ചു പേപ്പറിൽ കണ്ടു. കേരളത്തിൽ കുടിവെള്ളത്തിന് വേണ്ടി ഇതുപോലെ പരക്കം പായാന്ന് വെച്ചാൽ എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കണം. ശാന്തമച്ചേരി പറയുന്നത് നമ്മുടെ നെടുവേലക്കോട്ട് ഗുരുമന്ദിരം കഴിഞ്ഞ് പോകുന്നിടത്തേ അതിന്റെ പെരുങ്ങലിപ്പുറത്തെ ബിജുവിന്റെ കിഴക്കേപ്പുറത്ത് ഭയങ്കര കാടാണ്. അതും കഴിഞ്ഞ് ഗുരുമന്ദിരം കഴിഞ്ഞ് പടിഞ്ഞാട്ട് പോകുന്നിടത്തും ഭയങ്കര കാടാണ്. വളരെ 10 പേര് ഇറങ്ങിയാലും അറിയത്തില്ല, അതുപോലെ കാടാണ്. പക്ഷെ അതിനകത്ത് ഈ പന്നി അത് വന്ന് കിടന്നാൽ നമുക്ക് അറിയത്തില്ല. പട്ടിയുടെ ശല്യം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ. പട്ടിയുടെ ശല്യത്തെപ്പറ്റിയൊക്കെ നമുക്ക് വേറൊരു ചർച്ചയോടെ നമുക്ക് സംഘടിപ്പിക്കാം അതിനെപ്പറ്റി കേട്ടോ. ഇന്ന് നമുക്ക് റോഡിൻ്റെ സൈഡിലുള്ള കാടുകളെ പറ്റിയായിരുന്നു നമ്മുടെ ചർച്ച. നമുക്ക് അടുത്ത പ്രശ്നങ്ങൾ നമുക്ക് വീണ്ടും നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിലെത്തിക്കാനായിട്ട് ഇങ്ങനെ ചർച്ചകൾ കൂടിയെങ്കിലും ശ്രമിച്ചു നോക്കാം.